ഹലോ, നമുക്കിന്ന് ഒരു പരിപ്പ് വട ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനുണ്ടല്ലോ പരിപ്പ് വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടെ ഈ വറ്റൽമുളക് കൂടി ഇട്ടിട്ട് കുതിർത്തി കഴുകി വെച്ചേക്കുക കേട്ടോ. അപ്പം നമുക്കിതിനെ അരച്ചെടുക്കണമെന്ന് തരിതരിപ്പായിട്ട് നിറച്ചെടുക്കണം. അപ്പം നമുക്ക് അരച്ചിട്ട് വരാമോ? പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ വെളുത്തുള്ളി കുറച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് വെച്ചു, വേപ്പില, ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി നല്ലവണ്ണം അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പരിപ്പിനെ അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടത്. അധികം അരഞ്ഞിട്ടുമില്ല, എന്നാൽ കുറച്ചൊക്കെ അരയും ചെയ്ത്. നമുക്കതിൽ കുറച്ച് ഉപ്പിട്ടാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇതിലിനി ഒരു സാധനം കൂടി ഇടുവേ, മറ്റേ പെരുജീരകമില്ലേ, അത് ഞാൻ ഇവിടെ ഇടുന്നില്ല, പിള്ളേർക്ക് ഇഷ്ടമല്ല. ഇതുണ്ടാക്കാൻ നമുക്ക് കഴിക്കാനും കൂടിയല്ലേ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇടണം. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ ഉള്ള ടേസ്റ്റ് വേറെയാണ്. എനിക്കിഷ്ടമാണ്, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. നമുക്കിതിനെ നല്ലവണ്ണം കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഉരുട്ടി വയ്ക്കാവേ. എന്നിട്ട് ഉണ്ടാക്കുന്ന ടൈമിൽ ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയും മറ്റേ നമ്മുടെ വറ്റൽ മുളകും കൂടെ ഒക്കെ അരയ്ക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി കേട്ടോ, പൊടി മുളകിനേക്കാൾ. സവാള ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് വരുന്നതും കുറച്ചുകൂടി മണം വരുന്നതും ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉരുളകളെടുത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ചപ്പിച്ച് ഇത് ഈ ഷേപ്പിലാക്കിയിട്ട് നമുക്കിട്ട് കൊടുക്കാം. നിങ്ങളൊന്നും വിചാരിക്കരുത് എപ്പോഴും ഈ ഒരു ചട്ടിയേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് കൈവാക്കിന് എളുപ്പം അതല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും ഈ ചട്ടി തന്നെ ഉപയോഗിക്കുന്നത്. ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാവേ. ഇനി അടുത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നേരത്തെ നമ്മൾ ഇട്ടപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർമ്മിച്ച കായപ്പൊടിയുടെ അരി ഉരുട്ടിയും വെച്ച ശേഷം പിന്നെ ഞാൻ തിരിച്ചെടുത്തിട്ട് കായപ്പൊടി കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് മറന്നുപോയി, അത് കാണിക്കാനും പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാവേ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല സൂപ്പർ ഭംഗിയുണ്ട്, അതുപോലെ ടേസ്റ്റിയുമാണ്, നല്ല ക്രിസ്പും ഉണ്ട്. ഉണ്ടോ? കേൾക്കാവോ നിങ്ങൾക്ക്? ഉള്ളൊക്കെ നല്ല വെന്ത് അടിപൊളിയായിരിപ്പുണ്ട്. 1/2 കിലോ പരിപ്പിൽ നമുക്കൊരു 16 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിനാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്? ഈ അഴുക്ക എണ്ണയിലിട്ട്
വറുത്തെടുക്കുന്നതല്ലേ വീണ്ടും കിട്ടുന്നത്. ഇതുപോലെ വല്ലപ്പോഴായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കൊതി വരുമ്പോൾ 1 കിലോ എടുത്തപ്പോൾ ഇത്രയും വന്നെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വീട്ടിൽ അന്നേ ദിവസം എല്ലാവർക്കും തിന്നാൻ പറ്റും. പോരാത്തത് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് രസത്തിലിട്ട് രസം അവിടെ ആക്കാം. ഒരിക്കലും പരിപ്പ് കൂടെ നമുക്ക് കേടാക്കി കളയേണ്ട ഒരാവശ്യവുമില്ല. ഉണ്ടാക്കിയത് നമുക്ക് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് രസത്തിലിട്ട് രസം ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ രസം ഇവിടെ ഞാൻ ഒരിക്കൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ നാടൻ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.